ഹലോ ചേട്ടാ, എന്തുണ്ട് വിശേഷം? ഞാനിവിടെ തന്നെയുണ്ട്. ഒരു സന്തോഷ വാർത്തയുണ്ട്. ഞാൻ 9 വർഷത്തിനിടയ്ക്ക് ഒരു കല്യാണം നടത്തി കൊടുത്തു. എന്ത് സൗണ്ടൊക്കെ വല്ലാണ്ടിരിക്കുന്നെന്താ? എന്ത് പറ്റി? ഞാൻ കട്ടപ്പനയില് ജോസ് കുട്ടി എന്ന് പറഞ്ഞ പെണ്ണാൻ്റെ കൊടുത്താണല്ലോ കല്യാണം. ആ പെണ്ണ് ബാംഗ്ലൂരിൽ നേഴ്സായിരുന്നു. അപ്പൊ എനിക്കറിയാൻ പറഞ്ഞിട്ടായി പോയി ഏൽപ്പിച്ചു കൊടുത്തു. കല്യാണം കഴിഞ്ഞ് 3-ന്റെ അന്ന് അവിടുന്ന് ആൾ വന്നിരിക്കും. അവളൊന്ന് ടെസ്റ്റ് ചെയ്താൽ അവൾക്ക് കുഞ്ഞുണ്ട് പോലും. കുഞ്ഞ് ഓർഫനേജിൽ ഞാൻ ദൈവത്തിന് ഞാനിതൊന്നും അറിയില്ല. അപ്പൊ ഞാൻ അറിഞ്ഞിട്ട് മനഃപൂർവ്വം ചെയ്തതാന്ന് പറഞ്ഞു എന്നെ കൊന്നായി കൂട്ടുന്നു. ഞാൻ ആശുപത്രി ശബ്ദമില്ലാൻ പോയി. അതാ എന്താ ചെയ്യാൻ പറ്റുന്നത്? നമ്മൾ രോഗമായി അറിഞ്ഞുകൊണ്ട് ചെയ്തെന്നാണെന്നൊക്കെ പറയുന്നത്. അതിപ്പോ അവള് പോയി അവള് പറ്റെന്ന് പറഞ്ഞ സംഭവം ശരിയാണ്. എനിക്കറിയത്തില്ല. ഞാൻ അറിഞ്ഞോണ്ട് ചെയ്തെന്ന് പറഞ്ഞ അതെല്ലാരും കൂടെ എന്റെ കൊങ്ങായി കൂട്ടിട്ട് ജീവൻ. ദുഃഖവാർത്ത എന്തുവാ? പൊന്നു ചേട്ടാ, ഒരു 19 പവന്റെ സ്വർണം, ഒരു 10-25 ലക്ഷം രൂപയും കൊടുത്തിട്ടാണ് ആ പെണ്ണിനെ കെട്ടിച്ചത്. ആ പെണ്ണെ കെട്ടിച്ചൊരു 3-4 ദിവസം കഴിഞ്ഞപ്പോ ആ പെണ്ണ് മുൻകാമുകന്റെ ഒപ്പം ഒളിച്ചോടിപ്പോയി. ഇപ്പൊ വീട്ടുകാർ പറയുന്നത് എനിക്ക് 1 ലക്ഷം രൂപയോളം കിട്ടി. വീട്ടുകാർ പറയുന്നത് ഞാൻ പൈസ തിരിച്ചു കൊടുക്കാൻ, എനിക്ക് എല്ലാ കഥകളും അറിയാവുന്നിട്ട് ഞാൻ അവളെ കെട്ടിച്ചു കൊടുത്താന്നാ പറയുന്നത്. ഞാൻ എന്ത് ചെയ്യും ചേട്ടാ ഈ പൈസ തിരിച്ചു കൊടുക്കാൻ? നമുക്ക് കിട്ടിയത് നമ്മൾ എടുത്തു പോയില്ലേ, നീ എന്താ ചെയ്യണത്? ഇവളുമാർക്കൊക്കെ കല്യാണത്തിന് മുമ്പ് ഒളിച്ചോടി. ബ്രോക്കർമാരുടെ വിധി അതാ. അവര് വിചാരിക്കാൻ നമ്മളെല്ലാം അറിഞ്ഞോണ്ടായി ചെയ്തെന്നാ. നമ്മളിത് എന്ത് ചെയ്യണം? നമ്മള് നമ്മുടെ തൊഴിൽ ചെയ്യുന്നു. അതെ, ഇവളുമാരൊക്കെ ഓടിപ്പോകണമെന്നുള്ളവരാണ് കല്യാണത്തിന് മുമ്പ് ഓടിപ്പോണ്ടേ. അതെ അതെ, നമുക്കിതൊക്കെ വല്ലതും അറിയാണ്ട. കൊങ്ങാക്കി കുത്തിപ്പിടിച്ച് എന്റെ ശബ്ദം പോയി. എന്തൊരു കഷ്ടം ദൈവമേ. ഇങ്ങനെ എന്നോട് പൈസ തിരിച്ചു ചോദിച്ചിരിക്കുന്നു, ഞാൻ എന്തെടുക്കാനാ? കൊണ്ട് കേസ് കൊടുക്കാൻ പറ. കൊടുക്കാൻ പറ. വേറെ മാർഗമൊന്നും ഇല്ല നമുക്ക്. നമ്മളാ പൈസ രേഖയൊന്നും ഇല്ലല്ലോ. ഇല്ല. പിന്നെന്തുവാ? അവളെ പറ്റിട്ടും വല്ലവന്റെ കൂടെ പോയാലും നമ്മള് പൈസ നമ്മളല്ലോ അതിന്റെ ഒത്തു. അപ്പൊ നമുക്കിനി കാണാം. ശരി, വിഷമിക്കണ്ട. ഇതൊക്കെ ഇതിനകത്തുള്ള ശരി.